എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്നു തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ കിടന്ന് തൻ്റെ ആവലാതികളും തൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവത്തോട് വിളിച്ചറിയിക്കുന്നതാണ് ഇതിൻ്റെ പ്രമേയം. നമ്മൾ കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ വീണ് കഴിയുമ്പോൾ അവർ വാവിട്ട് കരയും. ആരൊക്കെ ചെന്ന് ആശ്വസിപ്പിച്ചാലും അവർ ആ കരച്ചിൽ നിർത്തില്ല. പക്ഷേ അവൻ്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ചെന്ന് അവനെ ഒന്ന് എടുത്താൽ മതി, അവൻ്റെ കരച്ചിൽ തീരും. ദാവീദിന് വളരെ വ്യക്തമായിട്ടറിയായിരുന്നു തൻ്റെ രക്ഷാകവചം, തൻ്റെ സങ്കേതം ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ വേവലാതികളും ആവലാതികളൊക്കെ അവിടുന്ന് ഉണർത്തിക്കുകയാണ്. നിന്നെ ദൈവം സഹായിക്കില്ല, നിനക്കെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കും എന്നൊക്കെ പറയുമ്പോഴും ശിരസ് ഉയർത്തി നിൽക്കാൻ കഴിയുന്നത് യഥാർത്ഥ ദൈവഭക്തന് മാത്രമാണ്. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നിന്നെ സഹായിക്കും, ദൈവത്തിൽ മാത്രമാണ് നിനക്ക് ആശ്രയം എന്ന ബോധ്യമുള്ളവനാണ് ആരുടെ മുമ്പിലും ശിരസ് ഉയർത്തി നിൽക്കാൻ അവന് കഴിയുന്നത്. നമ്മുടെ രക്ഷാകവചം, നമ്മുടെ സങ്കേതം, നമ്മുടെ അഭയശില അത് ദൈവം മാത്രമാണ്. ചിലപ്പോൾ എനിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ലായിരിക്കാം, പക്ഷേ ആശ്രയം എൻ്റെ ദൈവത്തിൽ മാത്രമാണ്. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ഞാൻ ഒരിക്കലും നശിച്ചു പോകില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ് എൻ്റെ വാസം. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിക്കുന്നു. ദാവീദ് രാജാവ് ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിക്കുന്നു. പർവ്വതത്തിൽ നിന്ന് ദൈവം അവൻ്റെ സ്വരം കേൾക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്നു. അപ്പോൾ ഈ ഒരു മനോഭാവം, ഞാൻ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ കിടന്നുറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? എനിക്ക് തോന്നുക പലപ്പോഴും നമ്മുടെ ഭയപ്പാടുകളെല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും
പുറമേ നിന്നുള്ളവരല്ല, അകമേ ഉള്ളവരാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങളും കുറ്റബോധങ്ങളൊക്കെ ഉണ്ട്. ആ ഭയത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നാം പുറത്തു വരുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മളെല്ലാം ചിന്തിക്കുന്നത് ദൈവം ശിക്ഷിക്കുന്നവനാണെന്നാണ്. പഴയ നിയമത്തിൽ ശിക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ലോകത്തെ അത്രയധികം സ്നേഹിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാണ് കുറ്റബോധമുള്ളവനായിട്ട് മാറുന്നത്? കാരണം വീഴ്ചകൾ ഉണ്ടാകുന്നു, അവൻ നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. നമ്മളെല്ലാം മണ്ണിൻ്റെ പ്രകൃതമുള്ള മനുഷ്യരാണ്, മണ്ണിൻ്റെ മണമുള്ള മനുഷ്യരാണ്. ഒരുപാട് പോരായ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ പോരായ്മകളിൽ നമ്മെ താങ്ങി നടത്തുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഭയപ്പാട് ഉള്ളിലുണ്ടാകുമ്പോൾ നാം നമ്മോട് തന്നെ പറയണം, ദൈവം പറയുന്നത് പോലെ നീ എനിക്ക് പ്രിയമുള്ളവനാണ്, ബഹുമാന്യനാണ്. അങ്ങനെ ദൈവത്തിന് പ്രിയമുള്ള ഞാൻ എന്തിന് എൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തണം? ഈ കുറ്റബോധത്തിലും ഭയത്തിലും അടിമപ്പെട്ട് എൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ ചേർത്ത് പിടിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് വളരെ വ്യക്തതയോടുകൂടി, ദാവീദിനറിയാമായിരുന്നു എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. എന്നെ താങ്ങി നിർത്തുന്നത്, എന്നെ ഉയർത്തുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഉയർത്തിക്കാട്ടുന്നത് എൻ്റെ ദൈവമാണ്. അപ്പോൾ എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ നിരന്നാലും, 10,000 ശത്രുക്കൾ എൻ്റെ കൂടെ വന്നാലും, എനിക്കെതിരെ നിന്നാലും ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം എന്നെ താങ്ങി വഴി നടത്തുന്നവനാണ്. എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് ആശ്വാസം പകരുന്നവനാണ്. എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ മുറിവുകളിൽ, എൻ്റെ വിഷമസന്ധികളിലൊക്കെ എന്നെ കൈപിടിച്ച് നടത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്നവൻ എൻ്റെ ദൈവമാണ്. ഈ ഒരു ചിന്തയിലൂടെയാണ് ഈ സങ്കീർത്തനം മുന്നോട്ട് പോകുന്നത്. നമുക്ക് വേണ്ടത് ഇത്ര മാത്രം: ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു പറയാൻ, എനിക്ക് ഇന്നിന്ന കുറവുകളുണ്ട്, എനിക്ക് ഇന്നിന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ദൈവമേ നീ മാത്രമാണ് എനിക്ക് അഭയസ്ഥാനം എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സങ്കീർത്തകനെ പോലെ നാമും ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോട് ചേർന്ന് ഭയമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട്, ഏത് പ്രതിസന്ധി വന്നാലും, എത്ര പേരെ എനിക്കെതിരെ ആഞ്ഞടിച്ചാലും ശാന്തമായി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കഴിയും. അങ്ങനെ ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ശത്രുക്കൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തിപ്പോകും. കാരണം എന്താ? എൻ്റെ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത്. എനിക്ക് ശക്തിയായിട്ടും എൻ്റെ ബലമായിട്ടും കൂടെയുള്ളത് എൻ്റെ ദൈവമാണ്. ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമരത്ത് കിടന്ന് ഉറങ്ങുന്ന ഈശോ, തിരമാലകൾ അടിച്ചുയർന്നപ്പോൾ ശിഷ്യന്മാർ വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഞങ്ങളിത് നശിക്കാൻ പോകുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. പക്ഷേ ഈശോ വളരെ ശാന്തമായിട്ടാണ് ആ വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങിയത്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അവനെന്ന് അവന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് അതില്ലാതെ പോയി. അതുകൊണ്ടാണ് അവർ നശിക്കാൻ പോകുന്നു എന്ന് കരഞ്ഞ് നിലവിളിച്ചത്. പക്ഷേ ഈശോ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിക്കൊണ്ട് അവരെ ആ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുന്നത് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് കൈമോശം വരുമ്പോഴാണ്. ദൈവം എനിക്കെതിരെ ശക്തമായി നിലകൊള്ളുമ്പോഴും അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ മനസ്സിലാക്കാൻ പലപ്പോഴും എനിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും ദൈവം നമ്മുടെ അഭയസ്ഥാനവും നമ്മുടെ ആശ്രയവുമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ശിരസുയർത്തി നിൽക്കാൻ ദാവീദിനെ പോലെ, ദാവീദിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്.
പക്ഷേ അവിടെയൊക്കെ ദൈവമാണ് തൻ്റെ ബലമെന്ന ഉറച്ച ബോധ്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ദാവീദ് രാജാവിന് കഴിഞ്ഞു. നമുക്കും ഏത് പ്രതിസന്ധികളിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മുടെ ആവലാതികൾ അവിടുത്തെ മുൻപിൽ ഉണർത്തിക്കാൻ, അവൻ്റെ കരങ്ങളിൽ കിടന്നുറങ്ങാൻ, ഉണർന്നെഴുന്നേൽക്കാൻ, അങ്ങനെ ജീവിതകാലം മുഴുവൻ അവനോട് ഒരു സ്നേഹശാഠ്യത്തോടു കൂടി അവനോട് ചേർന്ന് യാത്ര ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ കഴിയുമ്പോഴാണ് നമുക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ വിശ്വാസത്തോടുകൂടി ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയുക. അങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുമകളായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്കായിരിക്കാം. സങ്കീർത്തക വചനം നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. അവിടുന്നാണ് എൻ്റെ രക്ഷാകവചവും സങ്കേതവും. എൻ്റെ ശത്രുക്കളുടെ മേൽ എന്നെ ഉയർത്തി നിർത്തുന്നത് അവിടുത്തെ കാവലും കരുതലും കരുണയുമാണ്. ഞാൻ ഒരിക്കലും കൂനിപ്പോകാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല. എല്ലാവരുടെയും മുമ്പിൽ, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എന്നെ അവിടുന്ന് ഉയർത്തി നിർത്തുന്നു. കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി അറിഞ്ഞിട്ടുള്ളവരൊക്കെ എന്തോരം ശാന്തരാണ്. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയതെന്ന് ഓർത്തു നോക്കുക. എത്ര സൗമ്യനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇനിയും ഇടപെടും, ദൈവം ഇനിയും കനിയും. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം രക്ഷാകവചവും സങ്കേതവും അഭയസ്ഥാനവും അവിടുന്നാണ്. അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ്. അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണെൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എന്നെ ശിരസുയർത്തി നിർത്തുന്നതും അവിടുന്നു തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു,
ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങൻ്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ.